ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ചോറുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടെങ്കിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ നെടുകെ രണ്ടാക്കി മുറിച്ചെടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ തക്കാളി ഉണ്ടല്ലോ അത് ഇങ്ങനെ കമഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 4 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വരും. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കിൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സ്കിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നെക്കി കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് അതിലേക്ക് 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തേക്കുക. തക്കാളി നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഒരു പച്ചക്കൂത്ത് ഫീൽ ചെയ്യും കേട്ടോ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് പുളി കുറവാണെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ചൊന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറായാലും ചപ്പാത്തി ആണെങ്കിലും എല്ലാം കൂടെ പോയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. ബൈ.